എന്നത്തെയും പോലെ നല്ല ഉറക്കപ്പിച്ചോടെയാണ് ഇന്ന് ഞാൻ ജിമ്മിലേക്ക് എത്തിയത്. ഈ പാതി തുറന്ന കണ്ണോടെ സ്റ്റെപ്സ് കയറലാണ് എനിക്ക് അടുത്തൊരു ടാസ്ക്. സ്റ്റെപ്സ് കയറുമ്പോൾ കുറേ ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോസൊക്കെ ഉണ്ട്. രാവിലെ തന്നെ അത് കാണുന്നത് ചെറിയൊരു ഇൻസ്പിറേഷനൊക്കെയാണ്. എന്നാലും എനിക്ക് കുറച്ചുകൂടെ മോട്ടിവേഷൻ കിട്ടുന്നത് ഈ കണ്ണാടിയിൽ എൻ്റെ ഫിഗർ ഇങ്ങനെ തന്നെ അത് കാണുമ്പോഴാണ്. കുറച്ച് ലേറ്റായി ഞാനിന്ന് ജിമ്മിൽ, ബട്ട് ഐ ക്യാൻ മാനേജ്. ജിമ്മിൽ ഞാൻ എത്തിയാൽ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് എൻ്റെ വാട്ടർ ബോട്ടിൽ അങ്ങ് ഫില്ല് ചെയ്യും. കാരണം സ്റ്റേയിങ് ഹൈഡ്രേറ്റഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് വർക്കൗട്ട്. പിന്നെ നേരെ വാമപ്പ് റൂമിലേക്ക്. വാമപ്പ് റൂമിൽ എത്തുമ്പോഴത്തേക്കും എൻ്റെ ഉറക്കം ഏകദേശം അങ്ങ് മാറിയിട്ടുണ്ടാവും, ഫുള്ളായിട്ട് മാറിയിട്ടില്ലെങ്കിലും. ഇന്ന് എൻ്റെ ലെഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്ക്വാട്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുന്നേ ബേസിക്കായിട്ട് വേണ്ടുന്ന സ്ട്രെച്ചസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജമ്പിങ് ജാക്സോടെ അങ്ങ് ചെയ്ത് ബോഡീനെ അങ്ങ് വാം ആപ്പും. കുറച്ചുകൂടി പവർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലറ ചില്ലറ എക്സസൈസും കൂടെ ചെയ്ത് നേരെ ഞാൻ മെഷീനറീസിലേക്ക്. സ്ക്വാട്സിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലെഗ് ഡേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കാരണം എനിക്ക് കുറച്ച് വെയിറ്റ് എടുക്കാൻ പറ്റുന്നത് ലെഗ് ഡേയിലാണ്. പിന്നെ നേരെ ലെഗ് പ്രസ്സിലേക്ക് ഒന്നും നോക്കിയില്ല, ഒരു 50 അങ്ങ് എടുത്തിട്ടടിച്ചു. കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ടാസ്ക് ആയിരുന്നെങ്കിലും ആ എവറസ്റ്റ് ഞാൻ അങ്ങ് കീഴടക്കി. പിന്നെ മാസ്റ്റർ നെക്സ്റ്റ് എന്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ റെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഈ ഒരു ഇരിപ്പ്. വീണ്ടും ഫുൾ പവറോടെ നേരെ ലെഗ് എക്സ്റ്റൻഷനിലേക്ക്. മുഖത്തൊരു എക്സ്പ്രഷനും വരാതിരിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ കയ്യിൽ നിന്ന് പാളി, എന്നാലും ഐ മാനേജ്ഡ്. പിന്നെ നമ്മുടെ ലെഗ് കേള്, ഇതെനിക്കിഷ്ടമാണ്. കാരണം എൻ്റെ എക്സ്പ്രഷൻ വേറെ ആരും കാണത്തില്ല. അതിനുശേഷമാണ് ഞാനിതാ ഈ ഒരു എക്യുപ്മെൻറ്റിലേക്ക് പോയത്. കാണുമ്പോൾ കുറച്ച് സിമ്പിളാണെങ്കിലും അത്ര സിമ്പിളൊന്നും അല്ല. നമ്മുടെ ഇന്നർ തൈയിൽ ഇങ്ങനെ ഒരു മസിൽ ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് ഇത് ചെയ്തപ്പോഴാണ്. പിന്നെ നേരെ കാഫ് മസിൽസിലേക്ക്. കണ്ട ഒരു ഇൻസ്ട്രുമെൻറ്റിൽ തൂങ്ങിപ്പിടിച്ച് താഴോട്ടും മേലോട്ടും കാഫ് ചെയ്യലായി എൻ്റെ പണി. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെഗ് ഡേൻ്റെ അന്ന് ഒരു 5 മിനിറ്റ് ട്രെഡ്മിൽ ചെയ്യുകയാണെങ്കിൽ കാലിന് നല്ല സ്ട്രെച്ച് ആയിരിക്കുമെന്ന്. സോ അത് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അങ്ങനെ ലെഗ് ഡേ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്റ്ററിനെ വിളിച്ച് കുറച്ച് സ്ട്രെച്ചസൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷേ ആ സ്ട്രെച്ചസ് വല്ലാത്തൊരു സ്ട്രെച്ചായി പോയെന്ന് എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ മാസ്റ്റർ 2 കാലും മാറി മാറി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തു. ഞാൻ മതി മാസ്റ്റർ എന്ന് പറയുന്നൊരു പോയിന്റ് വരെ പുള്ളിക്കാരൻ സ്ട്രെച്ച് ചെയ്തു. അങ്ങനെ മാസ്റ്ററിനോടൊക്കെ ഒരു ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങിയത്. മാസ്റ്ററോട് മാത്രമല്ല, നമ്മുടെ ആരോണ കുട്ടീനോടും. ജിമ്മിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. അപ്പോൾ ഇന്നത്തെ കുളി അങ്ങ് സ്കിപ്പ്. പിന്നെ ഓഫീസിലൊക്കെ എത്തിയപ്പോഴാണ് എൻ്റെ കാലിൻ്റെ റിയൽ അവസ്ഥ എനിക്ക് മനസ്സിലായത്. എന്തായാലും നോ പെയിൻ നോ ഗെയിൻ എന്താണല്ലോ. സോ ബൈ ഗൈസ്.